ഹലോ, ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു കഴിഞ്ഞിരുന്നു ആർക്കിടെക്ചർ ഓഫ് 8085. അപ്പോൾ അതിൻ്റെ ചില ബ്ലോക്കുകളൊക്കെ നാം ഡിസ്കസ് ചെയ്തിരുന്നു. അതെല്ലാം കുറച്ചും കൂടെ ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഭാഗവും തുടർന്ന് 8085ലേക്ക് നാം പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ആ പ്രോഗ്രാമിൻ്റെ ചില നിയമങ്ങൾ, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, അപ്പോൾ അതെങ്ങനെയാണ്, അത് ഓരോന്ന് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഓഫ് 8085, അപ്പോൾ ഇന്നീ രണ്ട് ഭാഗങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്ന ആ ബ്ലോക്സിലെ ഇനി അതിൽ ബാക്കിയുള്ള ഒന്നാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ അല്ലെങ്കിൽ ആർക്കിടെക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ എന്തുണ്ട്, ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്, IR. അപ്പോൾ എന്താണ് ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ കൊണ്ട് ഉദ്ദേശിച്ചത് അത് നോക്കാം. ഇറ്റ് ഈസ് എ 8-bit രജിസ്റ്റർ. ഇതൊരു 8-bit രജിസ്റ്ററാണ്. അപ്പോൾ അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? വെൻ ആൻ ഇൻസ്ട്രക്ഷൻ ഫെച്ച്ഡ് ഫ്രം മെമ്മറി ദെൻ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദിസ് രജിസ്റ്റർ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമൊക്കെ 8085ൻ്റെ മെമ്മറിയിൽ സ്റ്റോറായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നാം അത് സ്വീകരിക്കുമ്പോൾ, നാം അത് എടുക്കുമ്പോൾ ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലാണ് എന്ത് ചെയ്യുക, സ്റ്റോർ ആവുക. അപ്പോൾ 8-bit കപ്പാസിറ്റിയുള്ള ഈ രജിസ്റ്ററിൽ എന്ത് ചെയ്യും, ഈ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ആവും. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യേകതരം രജിസ്റ്റേഴ്സാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ അഥവാ IR. ഇനി ഇൻസ്ട്രക്ഷൻ ഡീകോഡർ. ഇതും ഇൻസ്ട്രക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രത്യേക സംവിധാനമാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് നാം എടുക്കുന്ന ഇൻഫർമേഷൻ എന്ത് ചെയ്യും, എന്ത് പെർഫോമൻസ് ആണോ ആ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഇവിടെ ചെയ്യേണ്ടത്, എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഈ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഡിസൈഡ് ചെയ്യും. അപ്പോൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലുള്ള ഇൻസ്ട്രക്ഷൻസിനെ അതിനനുസരിച്ച് എന്ത് പെർഫോമൻസ് ആണോ വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആയിരിക്കും. നെക്സ്റ്റ്, പ്രോഗ്രാം കൗണ്ടർ. ഇതൊരു രജിസ്റ്ററാണ്. ഇതിൻ്റെ കപ്പാസിറ്റി 16-bit ആണ്. ഇറ്റ് ഈസ് എ 16-bit രജിസ്റ്റർ. യൂസ്ഡ് ആസ് മെമ്മറി പോയിൻ്റർ. മെമ്മറി പോയിൻ്ററായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റോർ ദ മെമ്മറി അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ പ്രോഗ്രാമിൽ ഓരോ ഇൻസ്ട്രക്ഷന് 1 by 1 ആയിട്ടായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞ് അടുത്ത ഇൻസ്ട്രക്ഷനിൽ അതിൻ്റെ മെമ്മറി അഡ്രസ്സ്, അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണോ അതിൻ്റെ മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന എങ്കിലേ നമുക്ക് എന്ത് പറ്റുള്ളൂ, പ്രോഗ്രാം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ മെമ്മറി അഡ്രസ് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന 16-bit കപ്പാസിറ്റിയുള്ള രജിസ്റ്റേഴ്സാണ് പ്രോഗ്രാം കൗണ്ടർ. നെക്സ്റ്റ്, സ്റ്റാക്ക് പോയിൻ്റർ. ഇറ്റ് ഈസ് ആൾസോ 16-bit രജിസ്റ്റർ യൂസ്ഡ് ആസ് മെമ്മറി പോയിൻ്റർ. ഇതും 16-bit ആണ്, മെമ്മറി പോയിൻ്റർ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പോയിൻറ്റ്സ് ടു ദ മെമ്മറി ലൊക്കേഷൻ വിച്ച് ഈസ് ലാസ്റ്റ് മെമ്മറി ലൊക്കേഷൻ യൂസ്ഡ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രോഗ്രാം പറഞ്ഞു കഴിഞ്ഞു, ഓരോ ഇൻസ്ട്രക്ഷൻ ബൈ ആയിട്ടാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് കടക്കുമ്പോൾ മുമ്പുണ്ടായിരുന്ന ഇൻസ്ട്രക്ഷൻ്റെ മെമ്മറി ലൊക്കേഷൻ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ അത് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന 16-bit രജിസ്റ്ററാണ് സ്റ്റാക്ക് പോയിൻ്റർ. പ്രോഗ്രാം കൗണ്ടറും സ്റ്റാക്ക് പോയിൻ്ററും തമ്മിൽ വ്യത്യാസം. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുമ്പോൾ ഇനി വരാനുള്ള ഇൻസ്ട്രക്ഷൻ്റെ മെമ്മറി അഡ്രസ്സാണ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നാൽ സ്റ്റാക്ക് പോയിൻ്ററിൽ നിലവിൽ കഴിഞ്ഞ ഇൻസ്ട്രക്ഷൻ്റെ മെമ്മറി ലൊക്കേഷൻ അത് എന്ത് ചെയ്യും, അവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യും. അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രജിസ്റ്ററാണ് സ്റ്റാക്ക് പോയിൻ്റർ. രണ്ടും 16-bit രജിസ്റ്റേഴ്സാണ്. നെക്സ്റ്റാണ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ആ പേര് തന്നെയുണ്ട്, ഈ ഡിവൈസിൻ്റെ ടൈമിങ്ങിനും അതുപോലെ
അതിൻ്റെ സിഗ്നലിനെ കൺട്രോൾ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ. ഇറ്റ് പ്രൊവൈഡ്സ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽ ടു പ്രൊസസ്സർ ടു പെർഫോം ദ വേരിയസ് ഓപ്പറേഷൻ. വ്യത്യസ്ത ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊസസ്സറിലേക്ക് ടൈമിങ്ങും അതിൻ്റെ സിഗ്നലിനെ കൺട്രോളിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഇറ്റ് ഹാസ് 3 കൺട്രോൾ സിഗ്നൽസ്, ALE, RD, WR. ഈ 3 സിഗ്നലുകൾ നമ്മൾ 8085ൻ്റെ പിൻ ഡയഗ്രം ഡിസ്കസ് ചെയ്തപ്പോൾ ആ സമയത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ ഈ സിഗ്നൽസൊക്കെ അല്ലെങ്കിൽ ഈ പിൻസൊക്കെ ടൈമിംഗ് ആൻഡ് കൺട്രോൾസ് യൂണിറ്റിൽ വരുന്ന ഭാഗങ്ങളാണ്. ഇറ്റ് കൺട്രോൾസ് ആൾ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സർക്യൂട്ട്. ഈ സിഗ്നൽസ് എന്ത് ചെയ്യും? മൈക്രോ പ്രൊസസ്സറിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ടുകളെയും അതുപോലെ അതുമായി ഇൻ്റർഫേസ് ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ സർക്യൂട്ടുകളെയും ഒരേ സമയം കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള സിഗ്നൽസാണ് ALE, RD ആൻഡ് WR. ഇനി എന്താണ് ALE എന്ന് നോക്കാം. ALE അതിൻ്റെ ഫുൾ ഫോം അരിത്മെറ്റിക് ലാച്ച് എനേബിൾ. ഇറ്റ് പ്രൊവൈഡ്സ് കൺട്രോൾ സിഗ്നൽ ടു സിങ്ക്രണൈസ് ദ കമ്പോണൻസ് ഓഫ് മൈക്രോപ്രൊസസ്സർ. മൈക്രോപ്രൊസസ്സറിൻ്റെ വ്യത്യസ്ത കമ്പോണൻസ് അതിനെ സിങ്ക്രണൈസ് ചെയ്യിക്കാൻ, അതിനൊന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിൻ്റെ കൺട്രോളിങ് നടത്തുന്ന പ്രത്യേക തരം സിഗ്നൽസാണ് ALE അഥവാ അരിത്മെറ്റിക് ലാച്ച് എനേബിൾ. നെക്സ്റ്റ് RD സിഗ്നലാണ്. ഇത് ശരിക്കൊരു ആക്റ്റീവ് ലോ സിഗ്നലാണ്, ആക്റ്റീവ് ലോ ആണ്. ദിസ് ഈസ് ആക്റ്റീവ് ലോ യൂസ്ഡ് ഫോർ റീഡിങ് ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷനെ റീഡ് ചെയ്യാൻ വേണ്ടി ആ ഇൻസ്ട്രക്ഷനിൽ ഉള്ള ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചുള്ള ഓപ്പറേഷൻ അല്ലെ പെർഫോമൻസ് അതിനെ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിഗ്നലാണ് RD. അത് ആക്റ്റീവ് ലോ ആണ്. എന്ന് പറഞ്ഞാൽ RDയിൽ ആക്റ്റീവ് ലോ 0 വരുമ്പോഴാണ് അത് എന്ത് ചെയ്യുക? റീഡിങ് ഓപ്പറേഷൻ നടത്തുക. നെക്സ്റ്റ് WR ആണ്. ദിസ് ഈസ് ആൾസോ ആക്റ്റീവ് ലോ യൂസ്ഡ് ടു റൈറ്റിംഗ് ഓപ്പറേഷൻ. ഇതും ആക്റ്റീവ് ലോ സിഗ്നലാണ്. ഇത് റൈറ്റിംഗ് ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. എപ്പോഴാണ് WRൽ 0 വരുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും? റൈറ്റിംഗ് ഓപ്പറേഷൻ നടത്തും. അപ്പോൾ ഇതാണ് ആ 3 ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ്. ഇനി ഇവിടെ there are 3 സ്റ്റാറ്റസ് സിഗ്നൽസ് യൂസ്ഡ് മൈക്രോ പ്രൊസസ്സർ S0, S1 ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബാർ M. ഈ 3 സിഗ്നലും കൂടെ ഇവിടെ ഉണ്ട്. ഈ 3 സിഗ്നലും കൂടെ കൂടിയിട്ടാണ് എന്താണ് മൈക്രോ പ്രൊസസ്സറിൻ്റെ അപ്പോഴത്തെ കണ്ടീഷൻ എന്ന് തീരുമാനിക്കുന്നത്. അതിൻ്റെ ടേബിൾ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബാർ M അത് ആക്റ്റീവ് ലോ ആണെങ്കിൽ, ആക്റ്റീവ് ലോ ആണ് ആ സിഗ്നൽ, ആക്റ്റീവ് ലോ സിഗ്നലാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബാർ. അപ്പോൾ ഇവിടെ അത് 0 ആണെങ്കിൽ, 0 ആവുന്ന സമയത്ത് S1 എന്നുള്ള സിഗ്നൽ 0, S0 0. ആ സമയത്ത് ഹാൾട്ട് അവസ്ഥയിലായിരിക്കും എന്തുണ്ടാവുക? മൈക്രോ പ്രൊസസ്സർ ഉണ്ടാവുക. ഇനി 0 0 S0 1 വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് ചെയ്യും? മെമ്മറി റൈറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? പ്രൊസസ്സർ തയ്യാറാവും. ഇനി ഓരോ കണ്ടീഷൻ ഉണ്ട്. 0 1 0 ആണെങ്കിൽ മെമ്മറി റീഡാണ്. ഇനി 1 0 1 ആണെങ്കിൽ അത് എന്തായിരിക്കും? ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റ് ആണ്. 1 1 0 ഇൻപുട്ട് ഔട്ട്പുട്ട് റീഡാണ്. 0 1 1 ഓപ്പ് കോഡ് ഫെച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടീഷനാണ്. മുഴുവൻ 1 ആണെങ്കിൽ ഇൻറ്ററപ്റ്റ് അക്നോളജ്, ഇൻറ്ററപ്റ്റ് വരുന്ന ആ ഒരു കണ്ടീഷൻ. അപ്പോൾ ഇത്ര അതിൻ്റെ കണ്ടീഷൻസ്. ഇത് കൂടാതെ നേരത്തെ കാണിച്ചിരുന്ന റീഡ് റൈറ്റ് എന്നീ 2 സിഗ്നലും കൂടെ ആക്റ്റീവ് ആകുമ്പോൾ അവിടെ ഈ പറഞ്ഞ പ്രക്രിയകൾ എന്ത് ചെയ്യുന്നു? നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നത് S0 S1 ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബാർ M സിഗ്നൽസും കൂടെയാണ്. ഈ ടേബിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി സീരിയൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കൺട്രോൾ. ഡിവൈസുമായി സീരിയൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഏത് ഡിവൈസിൻ്റെയും ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ്
അപ്പോൾ 2 യൂണിറ്റുകളുള്ളത്, 2 സിഗ്നലുകളുള്ളത്, SID ആൻഡ് SOD. സീരിയൽ ഇൻപുട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി SIDയും സീരിയൽ ഔട്ട്പുട്ട്, ആ ഡിവൈസുമായിട്ടുള്ള സീരിയൽ കമ്മ്യൂണിക്കേഷനിലെ ഇൻപുട്ടിനെ കൺട്രോൾ ചെയ്യാൻ SIDയും ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി SODയും ഉപയോഗിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി അതിൻ്റെ സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ യൂണിറ്റിൽ ഉപയോഗിക്കുന്ന 2 സിഗ്നൽസാണ് SID ആൻഡ് SOD. ഇനി ലാസ്റ്റ് ഇൻ്ററപ്റ്റ് യൂണിറ്റാണ്. അപ്പോൾ ഇൻ്ററപ്റ്റ് സിഗ്നൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഇൻ്ററപ്റ്റ്സ് ഒന്നുകൂടി പറയാം. ഇൻ്ററപ്റ്റ്സ് ആർ ദ സിഗ്നൽസ് ജനറേറ്റഡ് ബൈ എക്സ്റ്റേണൽ ഡിവൈസ് വിച്ച് റിക്വയർ അറ്റൻഷൻ ഓഫ് പ്രൊസസ്സർ. ചുരുക്കത്തിൽ ഒരു പ്രൊസസ്സറിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരിക്കെ അതിൻ്റെ പുറത്തു നിന്നുള്ള ഒരു ഇൻപുട്ട് ഡിവൈസിൽ നിന്നോ അല്ലെങ്കിൽ ഇൻ്റർഫേസ് ചെയ്തിരിക്കുന്ന വേറെ ഡിവൈസിൽ നിന്നോ അപ്പോൾ നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഇൻ്ററപ്റ്റ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റാണ് ഇൻ്ററപ്റ്റ് യൂണിറ്റ്. ഇവിടെ പറയുന്നത് വൻ എ പ്രൊസസ്സർ എക്സിക്യൂട്ടിങ് എ മെയിൻ പ്രോഗ്രാം. ഒരു പ്രൊസസ്സർ ഒരു മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കെ സം ഇൻ്ററപ്റ്റ്സ് മേ അറൈസ്. ചില ഇൻ്ററപ്റ്റ്സ് എന്ത് ചെയ്യും, ഇടയ്ക്ക് കയറി വരും. അപ്പോൾ എന്ത് ചെയ്യും, പ്രൊസസ്സർ സ്റ്റോപ്പ് ദ കറൻറ്റ് പ്രോഗ്രാം ആൻഡ് ഷിഫ്റ്റ് ടു കൺട്രോൾ ടു ഇൻ്ററപ്റ്റ് പ്രോഗ്രാം. അപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ മെയിൻ പ്രോഗ്രാമിനെ നിർത്തി വെച്ചിട്ട് ഇപ്പോൾ കയറി വന്നിരിക്കുന്ന ഇൻ്ററപ്റ്റ് പ്രോഗ്രാമിലേക്ക് പ്രൊസസ്സർ തിരിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിഗ്നൽസാണ് ഇൻ്ററപ്റ്റ് സിഗ്നൽസ്. അത് കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റാണ് ഇൻ്ററപ്റ്റ് യൂണിറ്റ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദാറ്റ് പ്രോഗ്രാം, അപ്പോൾ ഈ ഇൻ്ററപ്റ്റ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, ആ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്രൊസസ്സർ കം ബാക്ക് ടു മെയിൻ പ്രോഗ്രാം. പ്രൊസസ്സർ എന്ത് ചെയ്യും, മെയിൻ പ്രോഗ്രാമിലേക്ക് തന്നെ തിരിയും. അപ്പോൾ ദെയർ ആർ 6 ഇൻ്ററപ്റ്റ് പിൻസ് ഇൻ ദിസ് യൂണിറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത്തരം 6 ഇൻ്ററപ്റ്റ് പിൻസ് എന്നുണ്ടാവും ഈ യൂണിറ്റിൽ അടങ്ങിയിരിക്കും. ജനറലി ആൻഡ് എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഈസ് കണക്റ്റഡ് ടു ദീസ് പിൻസ്. എക്സ്റ്റേണലായിട്ട് ഒരു ഹാർഡ്വെയർ കണക്ഷനും കൂടെ ഇവിടെ കൊടുക്കേണ്ടതുണ്ട് ഇൻ്ററപ്റ്റ്സ് പിന്നിലേക്ക്. എങ്കിൽ മാത്രമേ ഇൻ്ററപ്റ്റ്സ് അത് സ്വീകരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവുള്ളൂ. These pins provide interrupt signals sent by external hardware to microprocessor and microprocessor sends acknowledgement for receiving the input interrupt signal. എന്ന് പറഞ്ഞാൽ ഈ പിൻസ് എന്ത് ചെയ്യും, ഇൻ്ററപ്റ്റ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യും. എക്സ്റ്റേണൽ ഹാർഡ്വെയർ സർക്യൂട്ടിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന ഇൻ്ററപ്റ്റ് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ പിൻസ് എന്ത് ചെയ്യും, അത് മൈക്രോപ്രൊസസ്സറിലേക്ക് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ആ മൈക്രോ പ്രൊസസ്സർ ഇൻ്ററപ്റ്റിന് അനുസരിച്ചുള്ള അക്നോളജ്മെൻറ്റ് എന്ത് ചെയ്യും, ഈ പിൻ വഴി എന്ത് ചെയ്യും, നമുക്ക് കാണിക്കും. അപ്പോൾ ഈ പിൻസ് ഉപയോഗിക്കുന്നത് എക്സ്റ്റേണൽ ഹാർഡ്വെയർ സർക്യൂട്ട് കൊടുത്തിട്ട് ഇൻ്ററപ്റ്റിനെ സ്വീകരിക്കാനും അതുപോലെ ഇൻ്ററപ്റ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ കാണിക്കാനും ഉപയോഗിക്കുന്ന പിൻസാണ് ഇവിടെ ഉള്ളത്. ഈ അക്നോളജ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഇൻ്ററപ്റ്റ് പിന്നാണ് INT-A. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു INT-A എന്നുള്ള ഒരു സിഗ്നൽ, ഒരു പിന്ന്. അപ്പോൾ ഇത്രയാണ് അതിലെ യൂണിറ്റുകൾ. ഇനി നമുക്ക് കടന്നു പോകേണ്ടത് ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗത്തേക്കാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഓഫ് 8085. അപ്പോൾ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൂടിയതാണ് ഒരു പ്രോഗ്രാം. അപ്പോൾ അതിൽ ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസാണ്, ഏതൊക്കെ ടൈപ്സ് ആണുള്ളതെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനാണ്. രണ്ടാമത്തത് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ. മൂന്നാമത്തത് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ. നാലാമത്തത് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ. അഞ്ചാമത്തത് മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അങ്ങനെ 5 ടൈപ്പുള്ള ഇൻസ്ട്രക്ഷൻസാണ് ഉള്ളത്. അപ്പോൾ ഈ മൈക്രോ പ്രൊസസ്സറിലേക്ക് പ്രോഗ്രാം എഴുതുമ്പോൾ ഈ 5 തരത്തിലുള്ള, ഈ 5 ടൈപ്സിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചാണ് നമുക്ക് പ്രോഗ്രാം എഴുതാൻ കഴിയുക. അപ്പോൾ അതിൻ്റെ ഈ 5 ടൈപ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ, ലോജിക് ഇൻസ്ട്രക്ഷൻ, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ, മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ സെറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സിംബൽസ് ആൻഡ് അബ്രീവിയേഷൻസ് ഓഫ്
8085 മൈക്രോ പ്രോസസ്സർ. അപ്പോൾ ഇവിടെ ADDR എന്നുള്ള ഒരു സിമ്പിൾ കണ്ടാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് 16 ബിറ്റ് അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷനാണ്. മെമ്മറി ലൊക്കേഷൻ്റെ 16 ബിറ്റ് അഡ്രസ്സാണ് ADDR കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി അത് ഡാറ്റ എന്നാണെങ്കിൽ ഡാറ്റ എന്തായിരിക്കും? 8 ബിറ്റ് ഡാറ്റ ആയിരിക്കും. കാരണം 8 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. അപ്പോൾ അതിൽ 8 ബിറ്റ് ഡാറ്റകൾ തമ്മിലുള്ള ഓപ്പറേഷൻസ് ആണ് നടക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഡാറ്റ എന്നുള്ളത് 8 ബിറ്റ് ആയിരിക്കും. ഇനി ഡാറ്റ 16 എന്ന് പറഞ്ഞാൽ 16 ബിറ്റ് ഡാറ്റയാണ് സൂചിപ്പിക്കുന്നത്. ഈ 16 ബിറ്റ് ഡാറ്റ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ആക്കിയിട്ട് 2 8 ബിറ്റ് ഡാറ്റ ആയിട്ടാണ് ഇതിൽ പ്രോസസ്സിങ് നടക്കുക. പിന്നെ R0 R1 R2 എന്നൊക്കെ കാണുകയാണെങ്കിൽ അതെന്തായിരിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ABCDEH or L എന്നീ രജിസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നായിരിക്കും ഇതുകൊണ്ട് സൂചിപ്പിച്ചത്. അത് പ്രോഗ്രാമിൽ കാണിക്കും ഏതാണെന്നുള്ളത്. അപ്പോൾ രജിസ്റ്റേഴ്സിനെ സൂചിപ്പിക്കാനാണ് R0 R1 R2 എന്നൊക്കെ ഉദ്ദേശിച്ചത്. ഇനി ABCDHL പിന്നെ ഡയറക്റ്റായിട്ട് കൊടുത്തിരിക്കും. അതും 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. അതിൽ A എന്നുള്ളത് അക്യുമുലേറ്ററാണ്. ഇനി HL BCDE ഇതൊക്കെ ശരിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ 8 ബിറ്റ് രജിസ്റ്റേഴ്സ് തമ്മിൽ പെയറായിട്ട് 16 ബിറ്റ് ഡാറ്റയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പെർഫോം ചെയ്യുന്ന പ്രത്യേക പെയേഴ്സാണ് HL BC ആൻഡ് DE. PSW എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. M എന്തുകൊണ്ട് ഉദ്ദേശിച്ചത് മെമ്മറിയാണ്. അപ്പോൾ ഇത്രയാണ് സിമ്പിൾസ് ആൻഡ് അബ്രിവേഷൻസ്. ഇനി അതിൽ വരുന്നത് ഹെക്സാഡെസിമൽ നമ്പറിനെ സൂചിപ്പിക്കാനാണ് H ഉപയോഗിക്കുന്നത്. RP എന്നാണെങ്കിൽ ഏതെങ്കിലും ഒരു രജിസ്റ്റർ പെയറിനാണ് സൂചിപ്പിക്കുന്നത്. അത് ഏതാണെന്ന് പ്രോഗ്രാമിൽ പിന്നീട് പറയും. ഇനി RH ആണെങ്കിൽ ഇപ്പോൾ ഈ പ്രോഗ്രാം പെയറിൽ ഒരു ഹൈ ഓർഡർ ഉണ്ടാവും, ലോ ഓർഡർ ഉണ്ടാവും. അപ്പോൾ അതിൽ ഹൈ ഓർഡറിനെ സൂചിപ്പിക്കാൻ RH, RL ആണെങ്കിൽ ലോ ഓർഡറിനെ സൂചിപ്പിക്കാൻ. PC എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തു ഇതിന് തൊട്ട് മുമ്പ്. പ്രോഗ്രാം കൗണ്ടറാണ് 16 ബിറ്റ്, അതിനെ സൂചിപ്പിക്കാനാണ് PC ഉപയോഗിക്കുന്നത്. CS ആണെങ്കിൽ ക്യാരി സ്റ്റാറ്റസ് ആണ്. അതിൽ ഓപ്പറേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഒരു 2 അഡീഷൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതിൽ ക്യാരി ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കാനാണ് CS ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ചിഹ്നം ഇവിടെ കാണിക്കുന്നത് അത് കണ്ടൻസ് ഓഫ് രജിസ്റ്റർ ആണ്. കണ്ടൻസ് ഓഫ് ദ രജിസ്റ്റർ ഐഡൻറ്റിഫൈ വിത്തിൻ ദ ബ്രാക്കറ്റ്. ഇനി ഇങ്ങനത്തെ ആണെങ്കിൽ ഈ ഒരു സൈൻ ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടന്റ് ഓഫ് മെമ്മറിയാണ് അതുകൊണ്ട് സൂചിപ്പിച്ചത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സിമ്പിൾസ്. ഇനി ഇവിടെ ഉള്ളത് അത് മുകളിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇങ്ങനത്തെ ഒരു സൈൻ ആണെന്നുണ്ടെങ്കിൽ അത് ആൻഡ് ഓപ്പറേഷനാണ്, ലോജിക്കൽ ഓപ്പറേഷനാണ്. ഇതാണെങ്കിൽ ഓർ ഓപ്പറേഷനാണ്. ഇത് എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷനാണ്. ഇങ്ങനെയാണെങ്കിൽ ഡാറ്റ ഒരു ലൊക്കേഷനിൽ നിന്ന് ആരോ സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ. അപ്പോൾ ഇത്രയും സിമ്പിൾസാണ് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഓഫ് 8085, ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, അരിത്മെറ്റിക്, ലോജിക്കൽ, ബ്രാഞ്ചിങ്, മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫർ ആണ്. ഡാറ്റ ഒരു മെമ്മറിയിൽ നിന്ന് വേറെ മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകാം, ബാക്കി നിങ്ങൾ നോക്കിയാൽ മതി. നോക്കുക, മൂവ് R1, R2. ഇവിടെ മൂവാണ് ഈ ഡാറ്റ ട്രാൻസ്ഫർ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഇൻസ്ട്രക്ഷന്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു രജിസ്റ്ററിൽ നിന്ന് അതല്ലെങ്കിൽ R2വിൽ നിന്ന് R1ലേക്ക് എന്ത് ചെയ്യും, ഡാറ്റയെ മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രജിസ്റ്ററാണ് ഡാറ്റ ട്രാൻസ്ഫർ ഗ്രൂപ്പിൽ വരുന്നത്. അടുത്തതാണെങ്കിൽ മൂവ് R, M. മെമ്മറിയിൽ നിന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യും, രജിസ്റ്ററിലേക്ക് ഡാറ്റയെ മൂവ് ചെയ്യും.
നെക്സ്റ്റ് മൂവ് എം കോമ ആർ രജിസ്റ്ററിൽ നിന്ന് മെമ്മറിയിലേക്ക്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതിൽ മൂവ് എന്നുള്ളത് അതിൻ്റെ ഓപ്പ് കോഡാണ്, അതാണ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ആ ഓപ്പ് കോഡിന് ശേഷം വരുന്ന ഒരു ഭാഗം ഉണ്ടാവും, ഒരു ലൊക്കേഷൻ ഉണ്ടാവും. അതിന് കോമയ്ക്ക് ശേഷം വരുന്ന ലൊക്കേഷനിൽ നിന്ന് ഓപ്പ് കോഡിന് തൊട്ട് മുമ്പ് വരുന്ന ആ ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ ആ ഓപ്പറൻറ്റിലേക്ക് എന്ത് ചെയ്യണം, ഡാറ്റയെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഡാറ്റകൾ മൂവ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഉദാഹരണമായിട്ട് മൂവ് R1, R2 എന്നാണെങ്കിൽ R2വിൽ നിന്നാണ് ഡാറ്റ ഇതിലേക്ക് മൂവ് ചെയ്യുക. ഇനി മൂവ് M, R2 ആണെങ്കിൽ അതുപോലെ തന്നെയാണ് R2വിൽ നിന്ന് എമ്മിലേക്ക് എന്ത് ചെയ്യും, ഡാറ്റ മൂവ് ചെയ്യും. ഈ രീതിയിൽ ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസാണ് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി മൂവ് തന്നെ മൂവ് I എന്നുണ്ട്. അത് ഡാറ്റ ഇമ്മീഡിയറ്റ് ആയിട്ട് രജിസ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഡാറ്റ ഇമ്മീഡിയറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രജിസ്റ്റേഴ്സാണ്. ഇനി LX1 എന്നുണ്ട്. അത് പറഞ്ഞാൽ ലോഡ് രജിസ്റ്റർ പേയേഴ്സാണ്, ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് LDA എന്ന് പറഞ്ഞാൽ ലോഡ് അക്യുമുലേറ്ററാണ്. STA എന്ന് പറഞ്ഞാൽ സ്റ്റോർ അക്യുമുലേറ്റർ ഡയറക്റ്റ് ആണ്, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ലോഡ് ചെയ്യാനാണ്, ഒന്ന് സ്റ്റോർ ചെയ്യാനാണ്. ലോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്നിലെ ഡാറ്റ മറ്റൊന്നിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഡാറ്റ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് സ്റ്റോർ ചെയ്താലും ആദ്യമുള്ള ഇതിലുള്ള ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ ടേബിൾസ് ആണ് എന്ത്, ഡാറ്റ ട്രാൻസ്ഫർ ഗ്രൂപ്പിൽ വരുന്നത്. നെക്സ്റ്റ് അരിത്മെറ്റിക് ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആഡ് R കാണിക്കുന്നുണ്ട്, അത് ആഡ് ചെയ്യാനാണ്. ആഡ് M മെമ്മറീനെ ആഡ് ചെയ്യാൻ. ഓരോന്നും എന്താ നമ്മുടെ കറക്റ്റായിട്ട് എക്സ്പ്ലനേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസാണ് അരിത്മെറ്റിക് ഗ്രൂപ്പിൽ വരുന്നത്. അത് അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം, സബിൻ്റെ ഒക്കെ താഴെ വരുന്നുണ്ട്. ഇൻക്രിമെൻ്റ് ആവാം, ഡിക്രിമെൻ്റ് ആവാം. അപ്പോൾ അത്തരം ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസാണ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ്. അപ്പോൾ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷന് അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് അതിൻ്റെ എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡാറ്റയുടെ മൂവിങ് നടക്കുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ്, ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഇപ്പോൾ 2 തരം ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞത്. ഒന്ന് ഡാറ്റ ട്രാൻസ്ഫർ, ഡാറ്റ ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, മൂവ് അതിൽ പെട്ടതാണ്. അതുപോലെ രണ്ടാമത്തത് അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ്. അതിൽ പെട്ടതാണ് ആഡ്, സബ്ട്രാക്റ്റ്, മള്ള്, ഡിവൊക്കെ ഉണ്ടാവും. അതുപോലെ ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ് തുടങ്ങിയ ഇൻസ്ട്രക്ഷൻസ്. ഇനി ലോജിക്കൽ ഗ്രൂപ്പാണ്. ലോജിക്കലിൽ വരുന്നത് ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ എക്സോർ അങ്ങനെ തുടങ്ങിയ ലോജിക്കൽ ഓപ്പറേഷൻസ്, അതുപോലെ കോംപ്ലിമെൻറ്റ് തുടങ്ങിയ ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോജിക്കൽ ഗ്രൂപ്പുകളാണ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ അതിൽ ലോജിക്കൽ ആൻഡ് ഓർ ലോജിക്കൽ ഓപ്പറേഷൻസ് ആണ് അവിടെ പെർഫോം ചെയ്യുക. ഇനി ബ്രാഞ്ച് കൺട്രോൾ ഗ്രൂപ്പാണ്. ബ്രാഞ്ച് കൺട്രോൾ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഒരു ഭാഗത്ത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക വേറൊരു ഭാഗത്തിലേക്ക് ബ്രാഞ്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അൺകണ്ടീഷണൽ ജമ്പ് എന്നുള്ളൊരു ഭാഗമുണ്ട്. അൺകണ്ടീഷണൽ ജമ്പാണ്, അതിന് ഉപയോഗിക്കുന്നതാണ് JMP എന്നുള്ള ഇൻസ്ട്രക്ഷന്. ഇനി കണ്ടീഷണൽ ജമ്പ് ആണെങ്കിൽ ജമ്പ് എങ്ങോട്ടാണോ ജമ്പ് ചെയ്യേണ്ടത് ആ അഡ്രസ്സ് അവിടെ കൊടുത്തിരിക്കും. അപ്പോൾ ജമ്പിങ് എന്ന് പറയുന്നത് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനിൽ അല്ലെങ്കിൽ ബ്രാഞ്ച്
കൺട്രോൾ ഗ്രൂപ്പിൽ വരുന്ന ഒരു ഭാഗമാണ് ബ്രാഞ്ച് കൺട്രോൾ ഗ്രൂപ്പ്. ജമ്പ് അതുപോലെ റിട്ടേൺ ആണ്. ജമ്പ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാം ഒരു ഭാഗത്ത് നിന്ന് വേറെ ഏതെങ്കിലും ലൈൻസ് സ്കിപ്പ് ചെയ്ത് വേറൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നതാണ് ജമ്പ്. ഉദാഹരണമായിട്ട് ഇതൊരു പ്രോഗ്രാം ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ലൈൻ ഇവിടെ ഉണ്ട്. പക്ഷേ ജമ്പ് എന്ന് പറയുമ്പോൾ ഈ ഇവിടെ നിന്ന് എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് ജമ്പ് ചെയ്യും. അഥവാ ഈ സെൻറ്ററിലെ ഈ ഒരു ഭാഗം ഈ പ്രോഗ്രാം സ്കിപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ പോകുന്നതിനെയാണ് ജമ്പ്. അത് അൺകണ്ടീഷണലാവാം, കണ്ടീഷണലാവാം. ഇനി റിട്ടേൺ ആണെങ്കിൽ ഇപ്പോൾ നിലവിലൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പ്രോഗ്രാം ഇവിടെ എത്തി അടുത്ത ലൈന് പെർഫോം ചെയ്തു. വീണ്ടും റിട്ടേൺ പോകുന്നതിനെ, അതിന് മുമ്പത്തുള്ള മെമ്മറിയിലേക്ക് കോൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിലേക്ക് റിട്ടേൺ പോകുന്നതിനെയാണ് റിട്ടേൺ എന്ന് പറയുന്നത്. അത് കണ്ടീഷണലാവാം, അൺകണ്ടീഷണലാവാം. അപ്പോൾ ആ രീതിയിൽ പെർഫോം ചെയ്യുന്ന അതും ബ്രാഞ്ച് കൺട്രോളിൽ വരുന്നതാണ്. നെക്സ്റ്റ് കോളാണ്. അപ്പോൾ റിട്ടേൺ എന്ന് പറയുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യണം, ആ ലൈനിലേക്ക് മടങ്ങിപ്പോകണം. പക്ഷേ ഇവിടെ കോൾ എന്ന് പറയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ അതിന് മുമ്പുള്ള മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യുക, അവിടുത്തെ കണ്ടീഷൻസ് സ്വീകരിക്കുക. അതിനാണ് കോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എത്തി ഇവിടെ ഇതിന് മുമ്പുള്ള പ്രോഗ്രാമിൽ ചെയ്തിരിക്കുന്ന ഒരു വാല്യൂസ് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യുക, കോൾ ചെയ്തിട്ട് ആ വാല്യൂസ് ഇതിന് മുമ്പുള്ള എവിടുന്നെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് കോൾ ചെയ്തിട്ട് സ്വീകരിക്കുക. അങ്ങോട്ട് ജമ്പ് ചെയ്യില്ല അല്ലെങ്കിൽ റിട്ടേൺ പോയില്ല. അവിടെ നിന്നുകൊണ്ട് തന്നെ കോൾ ചെയ്തിട്ട് മെമ്മറിയിൽ നിന്ന് സ്വീകരിക്കുന്ന പ്രക്രിയയാണ് കോളിംഗ് എന്ന് പറയുന്നത്. അത് അൺകണ്ടീഷണലാവാം, അതുപോലെ കണ്ടീഷണലാവാം. അതിൻ്റെയൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റാണ് പറഞ്ഞിരിക്കുന്ന മെഷീൻ കൺട്രോൾ ഗ്രൂപ്പ്. സ്റ്റാക്ക് കോമ ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് മെഷീൻ കൺട്രോൾ ഗ്രൂപ്പ്. അപ്പോൾ അതിൽ പെട്ടതാണ് ഇന്ന്, ഔട്ട്, പുഷ് PSW, പോപ്പ്, HLT, ഹാൾട്ട് തുടങ്ങിയ ഇൻസ്ട്രക്ഷൻസ്. എനാബിൾ, സിമ്മ്, സെറ്റ് ഇൻ്ററപ്റ്റ്സ്. അപ്പോൾ ഇത്തരം മെഷീനെ ടോട്ടലായിട്ട് കൺട്രോൾ ചെയ്യാൻ, മെഷീൻ്റെ വർക്കിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കെ മെഷീൻ്റെ പെർഫോമൻസിനെ ഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിഗ്നൽസാണ് അല്ലെങ്കിൽ അത്തരം ഇൻസ്ട്രക്ഷൻസാണ് മെഷീൻ കൺട്രോൾ ഗ്രൂപ്പ്. അപ്പോൾ ഇത്രയും ഇൻസ്ട്രക്ഷൻസാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫിഗർ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങളതും കൂടെ ഇതിനോട് ചേർത്ത് നോക്കുക. അപ്പോൾ ഈ ഓരോ ഇൻസ്ട്രക്ഷനും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.